പ്രതീക്ഷകൾ മുഴുവനും അസ്തമിച്ചു കിടക്കുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ചിറക് കരിഞ്ഞുപോയ പ്രതീക്ഷകൾക്ക് വീണ്ടും ചിറക് തുന്നിപ്പിടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ജർമ്മൻ ക്ലബ്ബ് ഹാനോവർ 69 കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ് എന്നുള്ള തരത്തിൽ പുറത്തേക്ക് വന്നത്. ഈ ഒരു ജർമ്മൻ ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഈ ഒരു പ്രതിസന്ധി സാഹചര്യത്തിൽ സഹകരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് അത് നൽകാൻ പോകുന്ന ബൂസ്റ്റ് വളരെ വലുതാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു സംശയമില്ല. പക്ഷേ ഈ ഒരു ബൂസ്റ്റിങ്ങിന്റെ പിന്നിൽ ചെറിയൊരു കെണി കൂടി ഒളിഞ്ഞിരിപ്പുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് പല വിധത്തിലും ന്യായീകരണങ്ങൾ പറഞ്ഞ് ആരാധകരെ കബളിപ്പിക്കുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇത്രയും കാലം സസ്റ്റൈനബിലിറ്റിയുടെ പേര് പറഞ്ഞായിരുന്നു ആരാധകരുടെ കണ്ണിൽ അവർ പൊടിയിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മുൻപെങ്ങുമില്ലാത്ത വിധം വളരെ വലിയ കടുക്കണിയുടെ കാര്യം പറയുന്നുണ്ട്. അവർക്ക് പ്രോപ്പറായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആന്ധ്രാപ്രദേശിൽ ഒരു മാങ്ങാത്തോട്ടത്തിന്റെ എതിരിൽ കള്ളത്തരം നടക്കുകയും അങ്ങനെ അവരുടെ നിമ്മകഥാ പ്രസാദനെ ലോക്ക് ചെയ്ത് വെക്കുകയും ചെയ്ത കാര്യമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ഹാനോവർ 69 ഒരു ടൈപ്പിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹാനോവർ 69 എന്ന ജർമ്മൻ ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നോ സ്റ്റേക്ക് വാങ്ങിക്കാമോ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ക്ലബ്ബുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക, ടൈപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് യൂത്ത് ഡെവലപ്മെന്റിന് വളരെയധികം ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജർമ്മൻ പരിശീലകരും ജർമ്മൻ ടാക്ടിക്കൽ അസിസ്റ്റൻസും ടെക്നിക്കൽ അസിസ്റ്റൻസും എല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാദമി പ്ലേയേഴ്സിനും യുവതാരങ്ങൾക്കും ലഭിക്കും. അപ്പം യൂത്ത് ഡെവലപ്മെന്റിന്റെ കാര്യത്തിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ കാര്യത്തിലും ടൈപ്പ് നടക്കുന്നുണ്ട് എന്നതുകൊണ്ട് സീനിയർ ടീമിന്റെ ഡെവലപ്മെന്റിന് അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇങ്ങനൊരു ടൈപ്പ് നടക്കുകയാണെങ്കിൽ നമ്മൾ യൂത്തിലേക്കാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന് പറയുന്ന മറ്റൊരു എക്സ്ക്യൂസ് കൂടിയായി മാറാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് ഫോറിൻ ക്ലബ്ബുകളുമായിട്ട് ടൈപ്പിന്റെ പേരിൽ ഇവിടുത്തെ എല്ലാ ക്ലബ്ബുകളും മെച്ചപ്പെട്ടു പോയിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, ഈവൻ ചെന്നൈയിൻ FC പോലെയുള്ള ക്ലബ്ബുകളും ഇന്റർ കാഷിയെ പോലെയുള്ള ക്ലബ്ബുകളും ഒക്കെ വിദേശ ക്ലബ്ബുകളുമായിട്ട് ടൈപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഗുണം അവർക്കുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വളരെ വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. ഈവൻ മുംബൈ സിറ്റി FC കാര്യത്തിലും അത്തരത്തിലുള്ള ചില സൂചനകൾ നമുക്ക് എടുത്ത് കാണിക്കാൻ കഴിയും. ടൈപ്പിൽ വന്നു, സ്ട്രാറ്റജിക് പാർട്ണറായിട്ട് വന്നു, ടെക്നിക്കൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു, യൂത്ത് ഡെവലപ്മെന്റിൽ കുറെ കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ലോങ് ടേമിൽ ഒരുപക്ഷെ അത് ഗുണം ചെയ്തേക്കാമെങ്കിൽ പോലും ഇപ്പോഴത്തെ അല്ലെങ്കിൽ വരാൻ പോകുന്ന സീസണിൽ മോശം പ്രകടനം ഉണ്ടായാൽ അത് ന്യായീകരിക്കാനുള്ള ഒരു എക്സ്ക്യൂസ് നമ്മൾ യൂത്തിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന് പറയാനുള്ള ഒരു അടവ് നയം കൂടി ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആരാധകരെ നിങ്ങൾ മറന്നു പോകരുത്. ഇത് പറയുമ്പോൾ എന്നെ നെഗറ്റീവുകളെ എന്നൊക്കെ വിളിക്കുമെങ്കിൽ പോലും ഇങ്ങനെ ഒരു സാധ്യത കൂടി അതിന്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം.